വിവാഹേതര ബന്ധം ഇപ്പൊ ക്രിമിനൽ കുറ്റമാണ്. അതായത് വിവാഹം കഴിച്ച ഒരു സ്ത്രീയുമായി ഭർത്താവിന്റെ സമ്മതമില്ലാതെ മറ്റൊരാൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനാണ് അഡൾട്ടറി എന്ന് പറഞ്ഞത്. രണ്ടു വ്യക്തികൾ പരസ്പര സമ്മതത്തോടു കൂടിയിട്ട് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിൽ ആണിനെ മാത്രം ശിക്ഷിക്കുക, പെണ്ണിനെ ശിക്ഷിക്കാതിരിക്കുക. അതും ഭാര്യ പലപ്പോഴും കുടുംബ ബന്ധങ്ങളും കുട്ടികളുടെ കാര്യമൊക്കെ ആലോചിച്ച് സ്ത്രീ പലപ്പോഴും ഭർത്താവിന്റെ പരാതിയുടെ കൂടെ നിന്ന് കളയും. അങ്ങനെ ഒരു അപകടം ഇപ്പൊ ഉണ്ട്. അതുകൊണ്ട് ഇത്തരം ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന മനുഷ്യർ ഇത് ഒരു വട്ടം 1-2 വട്ടം ആലോചിക്കുന്നത് നന്നായിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യൻ പീനൽ കോഡില് 497 വകുപ്പിൽ പറഞ്ഞിരുന്ന അഡൽട്ടറിയാണ് കോടതി റദ്ദ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇതെല്ലാവർക്കും ഇത് ക്രിമിനൽ കുറ്റമല്ലാതിരിക്കുന്നില്ല. സൈന്യത്തിൽ Welcome to the talk, a contemporary conversation. രണ്ടായിരത്തി 2023 പുതിയ ക്രിമിനൽ നിയമം വന്നതിന് ശേഷം പലരുടെയും ഉള്ളിലുള്ള ഒരു ചോദ്യമാണ് വിവാഹേതര ബന്ധം ക്രിമിനൽ കുറ്റമാണോ എന്നുള്ള കാര്യം. പലരും വിളിച്ച് ചോദിക്കാറുണ്ട്, വിവാഹേതര ബന്ധം ഇപ്പൊ ക്രിമിനൽ കുറ്റമാണോ അങ്ങനെ സംശയം വരാനൊരു കാരണമുണ്ട്. കാരണം ഒരിക്കൽ സുപ്രീം കോടതി 2008 വിവാഹേതര ബന്ധം ക്രിമിനൽ കുറ്റമല്ല എന്ന് പറഞ്ഞൊരു വിധി പറഞ്ഞു. അപ്പൊ അന്ന് പത്രമാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളൊക്കെ ആഘോഷിച്ച ഒരു കാര്യമാണ്, ഇനി മുതൽ വിവാഹേതര ബന്ധം സുലഭമായിട്ട് കൊണ്ടു നടക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. സത്യത്തിൽ അത് അങ്ങനെ ഒന്നുമല്ല. 497 എന്ന് പറഞ്ഞൊരു വകുപ്പ് ഇന്ത്യൻ പീനൽ കോഡിൽ ഉണ്ടായിരുന്നു. ഈ 497 വകുപ്പ് പ്രകാരം അഡൽട്ടറി ഒരു ക്രിമിനൽ കുറ്റമായിരുന്നു. അഡൽട്ടറി എന്ന് പറയുന്നതാണ് വിവാഹേതര ബന്ധത്തിന്റെ നിയമപരമായിട്ടുള്ള വാക്ക്. അഡൽട്ടറി എന്താന്ന് അന്നത്തെ 497 ഇന്ത്യൻ പീനൽ കോഡ് കൃത്യമായി നിർവഹിച്ചിരുന്നു. അതായത് വിവാഹം കഴിച്ച ഒരു സ്ത്രീയുമായി ഭർത്താവിന്റെ സമ്മതമില്ലാതെ മറ്റൊരാൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനാണ് അഡൽട്ടറി എന്ന് പറഞ്ഞിരുന്നത്. അതിന് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കാരണം അതിൽ കുറെ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ടായിരുന്നു. വിവാഹം കഴിച്ച ഒരു സ്ത്രീ, രണ്ടു വ്യക്തികൾ, രണ്ടാളും പ്രായപൂർത്തിയായ രണ്ടു വ്യക്തികളാണ്. രണ്ടു വ്യക്തികൾ പരസ്പര സമ്മതത്തോടു കൂടിയിട്ട് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിൽ ആണിനെ മാത്രം ശിക്ഷിക്കുക, പെണ്ണിനെ ശിക്ഷിക്കാതിരിക്കുക. അതും ഭർത്താവിന്റെ പരാതി ഉണ്ടെങ്കിൽ മാത്രമേ അത് പരാതിയാവൂ. അതായിരുന്നു അഡൽട്ടറി. അതില് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് പണ്ട് കാലം മുതൽ നമ്മൾ കൊണ്ടു നടന്നിരുന്ന സാമൂഹിക മൂല്യങ്ങൾ, നമ്മളെ ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് സർക്കാർ കൊണ്ടുവന്നിരുന്ന വിക്ടോറിയൻ മൊറാലിറ്റി, ഇതൊക്കെയായിരുന്നു. അതൊക്കെ സ്ത്രീയെ ഒരു സ്വകാര്യ സ്വത്തായിട്ടായിരുന്നു കണ്ടിരുന്നത്. അപ്പൊ ഭർത്താവിന്റെ സ്വകാര്യ സ്വത്തായിരുന്നു ഭാര്യ എന്നായിരുന്നു പണ്ടത്തെ സാമൂഹിക മൂല്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിരുന്നത്. എന്റെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി, ഞാൻ ഉപയോഗിക്കുന്ന വണ്ടിയോ വീടോ എന്റെ സമ്മതമില്ലാതെ മറ്റൊരാള് അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ കുറ്റകരാവുന്നത് പോലെ തന്നെയായിരുന്നു അഡൽട്ടറിയുടെ കാര്യത്തിലും കണ്ടിരുന്നത്. അപ്പൊ അതിലൊരു ശരികേടുണ്ട്. സ്ത്രീപക്ഷ ചിന്തകരായിട്ടുള്ള ആളുകൾ പുതിയ മാനവിക മൂല്യങ്ങളൊക്കെ ഇതിന്റെ ശരികേടിനെ ചോദ്യം ചെയ്യുകയും അങ്ങനെ സുപ്രീം കോടതിയിൽ ഈ നിയമത്തിന്റെ ഭരണഘടനാ വിരുദ്ധത ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് ജോസഫ് ഷൈൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ സുപ്രീം കോടതി 497 വകുപ്പ് ഇന്ത്യൻ പീനൽ കോഡിൽ നിന്ന് നീക്കം ചെയ്യും. അപ്പൊ അന്ന് ഭയങ്കരമായി ആഘോഷിച്ചു. ഇപ്പൊ മുൻപേ പറഞ്ഞതുപോലെ സുപ്രീം കോടതി പറഞ്ഞത് അഡൽട്ടറി ഒരു ക്രിമിനൽ കുറ്റമല്ല, പക്ഷെ വിവാഹമോചനത്തിന് ഒരു ഗ്രൗണ്ടായിട്ട് പരിഗണിക്കാം. ഭാര്യയോ ഭർത്താവോ പരസ്ത്രീ ബന്ധമോ പരപുരുഷ ബന്ധമോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഫാമിലി കോടതിയിൽ അത് വിവാഹമോചനത്തിനുള്ള ഒരു ഗ്രൗണ്ടായി പരിഗണിക്കാം എന്നാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇപ്പൊ ഈ പുതിയ ഭാരതീയ ന്യായ സംഹിത വന്നതോടുകൂടി 2023 നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. 2023 പുതിയ ക്രിമിനൽ നിയമം വന്നു, ഭാരതീയ ന്യായ സംഹിത. അതിലൊരു സെക്ഷൻ ഉണ്ടായിരുന്നു, സെക്ഷൻ 84, 84 വകുപ്പ്. അത് വായിച്ചപ്പോ പലർക്കും ഉണ്ടായൊരു തോന്നലാണ്, അഡൽട്ടറി വീണ്ടും ക്രിമിനൽ കുറ്റമായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു തോന്നൽ. അപ്പൊ അതില് 84 വകുപ്പിൽ പറയുന്നത്, ഭർത്താവിന്റെ കല്യാണം കഴിച്ച ഒരു സ്ത്രീയെ വശീകരിച്ചോ മാനസികമായോ മനഃശാസ്ത്രപരമായോ മാനിപ്പുലേറ്റ് ചെയ്തോ അവരോട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണെന്ന് അതിൽ പറയുന്നുണ്ട്. അപ്പൊ ഇത് വായിച്ചപ്പോ പലർക്കും തോന്നിയത്, പണ്ട് സുപ്രീം കോടതി നിയമവിരുദ്ധം എന്ന് പറഞ്ഞതും
ഭരണഘടനാ വിരുദ്ധമെന്ന് പറഞ്ഞതുമായിട്ടുള്ള 497 വകുപ്പ്. ആ 497 വകുപ്പാണ് അഡൾട്ടറി ക്രിമിനൽ കുറ്റമാക്കുന്നത്. അത് വീണ്ടും പുതിയ നിയമത്തിലൂടെ കൊണ്ടുവന്നിരിക്കുക എന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടായി പലരും വീഡിയോകളൊക്കെ ചെയ്തു കണ്ടു. വക്കീലന്മാരടക്കം വരുന്ന നിയമമേഖലയിലുള്ളവരടക്കം ഈ തെറ്റിദ്ധാരണ ഉണ്ടായി. സത്യത്തിൽ അത് അങ്ങനെയല്ല കാര്യം. പണ്ട് 497 വകുപ്പിന്റെ കൂടെ തന്നെ മറ്റൊരു വകുപ്പ് കൂടി ഇന്ത്യൻ പീനൽ കോഡിൽ ഉണ്ടായിരുന്നു. അത് 498 വകുപ്പായിരുന്നു. ആ 498 വകുപ്പാണ് നിലവിലെ 84 വകുപ്പായിട്ട് വന്നിട്ടുള്ളത്. ഫലത്തിൽ എന്താണെന്ന് വെച്ചാൽ, ഇത്തരം ഒരു ബന്ധമുണ്ടായി കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ നാട്ടിൻപുറത്തും പിന്നെ ഈ ഭാര്യയും വെറുതെ ഇരിക്കില്ല, ഭർത്താവും വെറുതെ ഇരിക്കില്ല. പക്ഷെ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രതികാര നടപടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിയമപരമായി ബുദ്ധിമുട്ടിക്കുക എന്നുള്ള ഒരു പ്രതികാര നടപടി. ഭർത്താവ് ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ, എന്റെ ഭാര്യയെ വശീകരിച്ചു കൊണ്ടുപോയി ഇവര് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെയ്ത വ്യക്തിക്കെതിരെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരാതിയായിട്ട് നിലനിൽക്കും. മിക്കവാറും എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, ഭാര്യ പലപ്പോഴും കുടുംബ ബന്ധങ്ങളും കുട്ടികളുടെ കാര്യമൊക്കെ ആലോചിച്ച് സ്ത്രീ പലപ്പോഴും ഭർത്താവിന്റെ പരാതിയുടെ കൂടെ നിന്ന് കളയും. അങ്ങനെ ഒരു അപകടം ഇപ്പൊ ഉണ്ട്. അതുകൊണ്ട് ഇത്തരം ബന്ധങ്ങൾ ഏർപ്പെടുന്ന മനുഷ്യർ ഇത് ഒരു വട്ടം 1-2 വട്ടം ആലോചിക്കുന്നത് നന്നായിരിക്കും. അങ്ങനെ ഒരു റിസ്ക് ഉള്ള കാര്യം. നമുക്കറിയാം, ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് സോഷ്യൽ മീഡിയ വഴിയും വാട്സപ്പ് വഴിയൊക്കെ ആയിരിക്കും. അപ്പൊ സ്വാഭാവികമായി അതിനൊരുപാട് തെളിവുകൾ, ആരെങ്കിലും ഇനീഷ്യേറ്റീവ് എടുക്കാതെ അത്തരം ഒരു കാര്യം നടക്കില്ല. മിക്കവാറും പുരുഷൻ തന്നെയായിരിക്കും ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടാവുക. അപ്പൊ അതിൽ അങ്ങനെയൊക്കെ ഒരു റിക്വസ്റ്റ് തരത്തിലൊക്കെ ലൈംഗിക ബന്ധത്തിന് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ, അത് ഒരു ഗ്രൗണ്ടായിട്ട് പരിഗണിച്ച്, ഒരു തെളിവായി പരിഗണിച്ച് വേണമെങ്കിൽ കോടതിക്ക് ശിക്ഷിക്കാമെന്നുള്ളതാണ് പുതിയ നിയമം പറഞ്ഞു വെക്കുന്നത്. ഇതുവരെ ഉണ്ടായിട്ടുള്ള ഈ മഹാവീർ പ്രസാദ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ, രാംകിഷൻ വേഴ്സസ് എംബറർ, സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് വേഴ്സസ് ചോട്ടു റാം തുടങ്ങിയിട്ടുള്ള കേസുകളിലൊക്കെ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മറ്റു പല കേസുകളിലൂടെയും സുപ്രീം കോടതി ഭാര്യയുടെ സ്വതന്ത്രമായ സമ്മതത്തോടു കൂടെയാണ് കൃത്യമായ തെളിവുണ്ടായി കഴിഞ്ഞാൽ ശിക്ഷിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ പീനൽ കോഡില് 497 വകുപ്പിൽ പറഞ്ഞിരുന്ന അഡൽട്ടറിയാണ് കോടതി റദ്ദ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇതെല്ലാവർക്കും ഇത് ക്രിമിനൽ കുറ്റമല്ലാതിരിക്കുന്നില്ല. സൈന്യത്തിൽ വർക്ക് ചെയ്യുന്ന പലർക്കും അവരുടെ അതാത് നിയമപ്രകാരം അഡൽട്ടറി, വിവാഹേതര ബന്ധമുണ്ട് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ കോർട്ട് മാർഷ്യൽ പ്രൊസീഡിങ്സ് തുടങ്ങാനും അതുപോലെ തന്നെ അവർക്കെതിരെ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാനും ഒക്കെ പറയുന്ന നിയമങ്ങളുണ്ട്. ആർമി ആക്ടിലെ സെക്ഷൻ 45, 63, നേവി ആക്ടിലെ സെക്ഷൻ 53, 74, എയർഫോഴ്സ് ആക്ടിലെ സെക്ഷൻ 45, 65 തുടങ്ങിയ നിയമങ്ങൾ സൈന്യത്തിൽ ഇരിക്കുന്ന, നേവിയിലോ ആർമിയിലോ എയർഫോഴ്സിലോ ഇരിക്കുന്ന ആളുകൾ ഇത്തരം ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞ് പരാതിപ്പെട്ടു കഴിഞ്ഞാൽ അവർക്കെതിരെ നടപടിയെടുക്കാനും തെളിഞ്ഞു കഴിഞ്ഞാൽ കോർട്ട് മാർഷലിന് വിധേയമായി അവരെ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാനുമുള്ള വകുപ്പുകളുണ്ട്, നിയമങ്ങളുണ്ട്. അപ്പോൾ പണ്ട് ജോസഫ് ഷൈൻ കേസിൽ സുപ്രീം കോടതി പറഞ്ഞ വിധി പട്ടാളക്കാർക്ക് ബാധകമില്ല. പട്ടാളക്കാർ ശ്രദ്ധിക്കുക. ഇനി ഇതിന്റെ രത്ന ചുരുക്കം പറയാം. അഡൽട്ടറി ക്രിമിനൽ കുറ്റമാണ്. നിലവിൽ അഡൽട്ടറി ക്രിമിനൽ കുറ്റമല്ല. അപ്പോൾ എന്താണ് പുതിയ നിയമത്തിലെ 84 വകുപ്പ് പറയുന്നത്? പുതിയ ഭാരതീയ ന്യായ സംഹിതയിലെ 84 വകുപ്പ് പറയുന്നത് 84 വകുപ്പ് പറയുന്നത് വിവാഹം കഴിച്ച ഒരു സ്ത്രീയെ നിരന്തരമായി അവർ വിവാഹം കഴിഞ്ഞ സ്ത്രീയാണെന്ന് അറിഞ്ഞുകൊണ്ട് നിരന്തരമായി അവരെ ശാരീരിക ബന്ധത്തിന് ക്ഷണിക്കുകയോ ഇമോഷണലി ഓർ സൈക്കോളജിക്കലി എൻഗേജ് ചെയ്ത് ശാരീരിക ബന്ധത്തിന് ആവശ്യപ്പെടുകയോ ചെയ്യുന്നത് ക്രിമിനൽ കുറ്റമാണ്. 2 വർഷത്തിലധികം തടവും പിഴയും കിട്ടാവുന്ന ഒരു ക്രിമിനൽ കുറ്റമാണ്. ഭർത്താക്കന്മാർക്ക് പരാതി കൊടുക്കാം. അപ്പം ഇത്തരം ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്ക്, ഭർത്താക്കന്മാർക്ക് അങ്ങനെയുള്ള ആളുകളെ കുറച്ചൊക്കെ ചിറ്റിക്കാൻ കഴിയുമെന്നാണ് കാര്യത്തിൽ പറയാനുള്ളത്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.